ഞാനൊരു 3 ബുക്ക് വാങ്ങി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സറൗണ്ടഡ് ബൈ സൈക്കോപാത്സ്, ഇത് സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ്, ഇത് സറൗണ്ടഡ് ബൈ നാർസിസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു 13 കുട്ടികളെ കണ്ടു. ഈ 13 പേർക്കും പറയാനുള്ളത് വളരെ വലിയ സ്റ്റോറീസ് അബൌട്ട് ദെയർ ലൈഫ്. ദാറ്റ് ഒരാൾ ലൈക്ക് സ്വന്തം എപ്പിലെപ്സി ഉള്ള കൊച്ചിന് മെഡിക്കേഷൻസ് വാങ്ങാൻ വേണ്ടി ആൽക്കഹോളിക്കായിട്ടുള്ള ഹസ്ബൻഡിൻ്റെ ശല്യവും സഹിച്ച് സർവൈവ് ചെയ്യാൻ വേണ്ടി കെയർ ഗീവർ ഡ്യൂട്ടിക്ക് വന്ന ഒരാൾ. വേറൊരാൾ 4 വയസ്സുള്ളൊക്കെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരാൾ. ഇങ്ങനെ കുറേ സ്റ്റോറീസ്. അപ്പോൾ ഈ തള്ളമാർക്ക് മര്യാദക്കിരുന്നൂടെ എന്ന ഒരു പാർട്ട് ഓഫ് ഇത്. കുറച്ച് തള്ളമാർ, നമ്മളും തള്ളമാരാണ് കേട്ടോ. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും തന്നെയാണ് നിങ്ങൾക്ക് ലൈക്ക് നമ്മൾ കുഞ്ഞിലെ നമ്മുടെ കുട്ടികളെ പിന്നെ ലൈക്ക് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. പിന്നെ ഈ ഡിഫറൻസ് ലൈക്ക് ഈ ആണുങ്ങൾക്ക് ഉള്ളൊരു പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും വലിയ ദേഷ്യക്കാരായിരിക്കും. അപ്പോൾ ദേ വോണ്ട് ടു ഷോ ദാറ്റ് ദേ ആർ സംതിങ്. അത് മാത്രമേ ഉള്ളൂ അതിനകത്തുണ്ട്. ദേ വോണ്ട് ടു ഷോ ദേ ആർ സംതിങ്. അത് മാത്രമേ ഉള്ളൂ അതിനകത്തെന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ വെട്ടുകത്തി കൊണ്ടുള്ള വെട്ടുകളേറ്റു മരിക്കാതിരിക്കാം. ഈ ആഴ്ചത്തെ പേപ്പറിലും കണ്ടു വെട്ടുകത്തി. എനിക്ക് തോന്നുന്നു ഈ കൊളസ്ട്രോളൊക്കെ ലോ ആകുമ്പോൾ ആൾക്കാരിൽ ഇങ്ങനെ ഒരു അഗ്രസീവ് ബിഹേവിയർ വരും. നമ്മുടെ ഫുഡിൻ്റെയും ആൽക്കഹോളിൻ്റെയും പിന്നെ അമ്മായിയമ്മയുടെ നാത്തൂൻ്റെയും ഹസ്ബൻഡിൻ്റെ ദേഷ്യവും പിന്നെ കുറച്ചൊക്കെ നമ്മൾ പെണ്ണുങ്ങളുടെ വിവരക്കേടും കൂടി ചേരുമ്പോഴത്തേക്കാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതെന്നൊരു പരിധി വരെ. പിന്നെ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു വയസ്സായി എന്ന് പറഞ്ഞ് വയസ്സായവർക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു വ്യക്തി എങ്ങനെയായിരുന്നോ അയാളുടെ ചെറുപ്പകാലത്ത് അതുപോലെ തന്നെ ആയിരിക്കും അവർ വയസ്സാകുമ്പോഴും. സോ അവരിലൊരു ചേഞ്ചസും വരുന്നില്ല. ഈ നല്ല അലൗ ടു ടോക്ക് വിത്ത് ദം ഓൾഡ് ഏജ് പീപ്പിൾസ് ബിക്കോസ് ദർ ഇസ് നോ ബഡി ടു അവരെ കേൾക്കാൻ ആരുമില്ല. അപ്പം നമ്മളിങ്ങനെ പോയി കേട്ടോണ്ടിരിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഹോബിയാണ് അവർ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ ഒരു രസം. എൻ്റെ ഒരു ഹോബി. പക്ഷേ അതുകൊണ്ട് അവരാരും ഭയങ്കര പെർഫെക്റ്റാന്ന് പറയാൻ പറ്റില്ല. ഒരു ലൈക്ക് എനിക്ക് കംഫർട്ടബിളായി ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സൈക്കോപാത്ത് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ബിഹേവിയർ കൊണ്ട് മറ്റൊരു കുട്ടിയുടെ ജീവിതം നമുക്കൊരു കാറ് ഒരു സാധനം നമ്മൾ നശിപ്പിക്കുമ്പോൾ അതിന് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. പക്ഷേ ലൈഫിന് റീപ്ലേസ്മെൻ്റ് ഇല്ല. തീർന്നു. ഒന്ന് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഐ ഡോണ്ട് നോ നെക്സ്റ്റ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ അത് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ കൾച്ചേർഡാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇനി നാത്തൂന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ഓരോ വീടുകളിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളത്, ഞാൻ ഒരു കാര്യം പറയാം. ഒരു വീട്ടിൽ ഞാൻ കണ്ട കാര്യമാണ്. അതായത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു, അവളുടെ സ്വത്ത് മുഴുവൻ പിടിച്ചു വാങ്ങുന്നു, അമ്മയും മകനും കൂടെ. അത് കഴിഞ്ഞിട്ട് സ്വന്തം സിസ്റ്ററിന് വേണ്ടി വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇതുമൂലം കഷ്ടപ്പെടുന്നത് സ്വന്തം കുട്ടികളും ആണല്ലോ. എന്നിട്ട് ലൈക്ക് വൈസ് മകൻ ഒരു നാൾ ഒരു ഭ്രാന്തനെ പോലെയാകുന്നു. അപ്പോൾ പക്ഷേ അമ്മ വാസ് സോ ഹാപ്പി ദാറ്റ് ഹെർ ഓൺ ഡോട്ടർ, സ്വന്തം മകള് നല്ല വെൽ സെറ്റിൽഡാണ്. ഇവിടെ ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു സമയം എങ്ങനെയാണെന്നറിയുമോ? ഈ സ്വന്തം മകളുണ്ടല്ലോ, അവരുടെ തലമുറയ്ക്കെതിരായിട്ടായിരിക്കും, അവരുടെ തലമുറയിലായിരിക്കും ആ ശാപം വന്ന് വീഴുന്നത്. ഞാനിത് ചുമ്മാതെ വെറുതെ പറയുന്നൊന്നുമല്ല. ഇങ്ങനെ ഓരോരുത്തർ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുമ്പോൾ, പിന്നെ മെഡിസിൻസ് കൊടുക്കാൻ പോകുമ്പോൾ, എനിമ കൊടുക്കാൻ പോകുമ്പോൾ, ഡ്രസ്സിങ് കൊടുക്കാൻ പോകുമ്പോൾ, IV ഫ്ലൂയിഡ്സ് ഇടാൻ പോകുമ്പോൾ, റൈഡ്സ് ട്യൂബ് ഇടാൻ പോകുമ്പോഴൊക്കെ ഞാൻ അവരോടൊത്തിരുന്ന് ഓരോ കഥകൾ കേൾക്കുന്നത് വഴി എനിക്ക് കിട്ടുന്ന കഥകളാണ്. സോ ഫോർ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ദർ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും പോലെ കർമ്മ ഭയങ്കര ഈ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഒരാൾ പറഞ്ഞത് എന്നെ വളരെയധികം സ്പർശിച്ചു. ഈ സ്ത്രീകളിൽ ഒരു പ്രകൃതി കൊടുത്തിരിക്കുന്ന
ഒരു കഴിവുണ്ട്. ഇപ്പം വിമോചനം, സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് നമ്മളിപ്പം വലിയ ബൈക്കിൽ സഞ്ചരിക്കുന്നതോ പുരുഷനെ തല്ലുന്നതോ പിന്നെ അല്ലെങ്കിൽ അവരെ എതിർത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലുള്ള സ്ഥാനം വഹിക്കുന്നതോ അതിലൊന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്ത്രീയിൽ ഒരു സ്നേഹവും കരുണയും ഒക്കെ ഉണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പിടിച്ചു നിൽക്കുക, അതാണ് സ്ത്രീ വിമോചനം. അല്ലാതെ നമ്മൾ ഈ പുരുഷന്മാരെ എതിർത്തും ബഹളം ഉണ്ടാക്കി നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സോ നമ്മളിൽ ബോണായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്ത് മുന്നിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിലൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ 13 കുട്ടികളും ഡിവോഴ്സ്ഡ് അല്ല, സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവർ എന്നിൽ ഒരാൾ പറഞ്ഞ കാര്യം, ചേച്ചി എന്നോട് പറഞ്ഞതാണ്, ചേച്ചി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ലൈക്ക് എന്താ കുട്ടി പറഞ്ഞത് ഇങ്ങനെ, ആ കൊതി തീർന്നിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ആ കുട്ടിയുടെ അമ്മായിയമ്മ ഐസിയുലാണ് ഇപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ റീസൺ നിങ്ങൾ സെപ്പറേറ്റഡ് ആവാൻ? അപ്പം അത് ഈ അമ്മായിയമ്മയാണ്. എനിക്ക് അറിയാം 80, 90, 70 സ്ത്രീകൾ കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് 70, 80, 90 എന്ന് വെച്ചാൽ ഒരു കൾച്ചേർഡ് ആവണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ബട്ട് ദേ നീഡ് സം സോർട്ട് ഓഫ് റെസ്പെക്റ്റ് കൊടുക്കണം എന്നുണ്ട്. പക്ഷെ നമ്മളിതിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് ഈ വെട്ടിക്കൊല്ലലുകൾ ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഒരു 4-5 കാര്യങ്ങൾ ഞാൻ കണ്ടതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പോകുന്ന ഒന്ന്, ആൽക്കഹോള്. അതിന് പകരം വേറെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. ഒരു തൽക്കാല ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടിക്കോട്ടെ. പക്ഷേ ഇത് ചില ഇടങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷൻ്റെയും ബുദ്ധിയെ നശിപ്പിച്ച് ലഭ്യന്മാരായി സംസാരിക്കുന്നതാണ് കേട്ടോ. ലൈക്ക് ഞാൻ വളരെ ബുദ്ധിയുള്ള ഒരാളാണ്, ഞാനൊരു ബോസാണ്, പക്ഷെ സംസാരിക്കുമ്പോഴെപ്പോഴും ലൈക്ക് ഒരു മന്ദബുദ്ധിയെ പോലെ. അത് ഈ ആൽക്കഹോളിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ അത് പുരുഷന്മാരിലുണ്ട്. മദ്യപിച്ചിട്ട് ചറവറ വർത്താനം ഒരു കാര്യമില്ലാതെ പറയുന്ന ആൾക്കാരെ കാണും. അപ്പം അത് ഒന്ന് ഒഴിവാക്കിയാൽ. 2, ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന, ഞാൻ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എൻ്റെ കുട്ടി ഒരു ഇസ്കോൺ ഡിവോട്ടിയോ അല്ലെങ്കിൽ ഒരു ചർച്ചിലെ പ്രീസ്റ്റോ അങ്ങനെയൊക്കെ ആയി പോകുന്നതായിരിക്കും എന്ന് എനിക്കിഷ്ടം. കാരണം ഞാൻ ഈ കണ്ടു പഴകിയത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ മകൻ എൻജിനീയറാണ്, ഡോക്ടറാണ്, കല്യാണം കഴിച്ചു. അവിടെ ചെന്ന് പിന്നെ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്നു, മരുമകൾ തൂങ്ങി മരിച്ചു, മകൻ ജയിലിലായി. വാട്ട് ഈസ് ദ പോയിൻ്റ്? ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് ദൈവവിശ്വാസമൊക്കെ കുറച്ച് പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ലൈക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ AI-യും ഈ ഗെയിംസും ഒക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രാക്ഷൻ അങ്ങനെയാണ് വരുന്നത്. അവർക്ക് മനുഷ്യരുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാറുണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂർ ദേ ആർ ഇൻട്രാക്ടിങ് വിത്ത് ദാറ്റ് ഗെയിംസിലെ ക്യാരക്ടേഴ്സും തോക്കുമായിട്ട്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് വിത്ത് അസ് ആൻഡ് ദേ ആർ നോട്ട് റെഡി ടു ടോക്ക് വിത്ത് അസ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു സ്കൂളിൽ പോയി ഏതാണ്ടൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദു കുട്ടി, അവിടുന്ന് എന്ത് ബേസ് കിട്ടുന്നു ഹിന്ദുയിസത്തിനെ കുറിച്ച് ഇല്ല. ഒരു ഹിന്ദുവിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുട്ടി, അവിടെ നിന്ന് എന്ത് ബേസ് കിട്ടുന്നു? അപ്പോൾ നമുക്കിപ്പോൾ ബാലഗോകുലം അല്ലെങ്കിൽ സൺഡേ സ്കൂളുകൾ പോലുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇതിലൊക്കെ ഇവർ പോകുന്നുണ്ടോ, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. ആൻഡ് അനദർ തിങ്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, അതിനകത്തും പ്രശ്നങ്ങൾ വരാറുണ്ട്. സംടൈംസ് ഐ ഫീൽ ലൈക്ക് എവറി ടൈം ഈ മൃഗങ്ങളെ തന്നെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഈ പച്ചക്കറികളൊന്നും ഇവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും ഈ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ചെറുതിലെ സ്ത്രീകളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവരിങ്ങനെ വള്ളി പോലെയാണ്, പുരുഷൻ ചിലപ്പോൾ ഒരു സിംഹത്തെ പോലെയാണ്. അപ്പോൾ രണ്ടും ഇതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും, ഈ മദ്യത്തിൽ നിന്നൊരു ശരാശരി, പിന്നെ ഈ നാത്തൂൻ്റെ അമ്മായിയമ്മ, അതൊക്കെ പഴയ ഒരു ഇതാണ്. ഇവളിങ്ങ് വന്നോട്ടെ, ഇവളെ ഞാൻ പഠിപ്പിക്കാവുന്ന നേച്ചറായിട്ട് ഒരുപാട് വീടുകളിൽ ആൾക്കാരെ കാണുന്നുണ്ട്. ഇവളിങ്ങ് വന്നോട്ടെ, ഇവളെ പഠിപ്പിക്കാമെന്ന അമ്മയുടെ മനോഭാവം മകന് മനസ്സിലാവണം എന്നില്ല. ഇന്നലെ ഇങ്ങോട്ട് കയറി വന്ന പെൺകുട്ടിയെ പെട്ടെന്ന് മകന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സുകളിലൊക്കെ തകർന്നു പോകുന്നത്
10-40 വർഷം 60-70 വർഷത്തോളം ജീവിച്ചിരിക്കേണ്ട ഒരു ഹെൽത്തിയായ സ്ത്രീയുടെ ആരോഗ്യം നശിപ്പിക്കപ്പെടുന്നു, ഫിനാൻഷ്യലി തകരുന്നു, അവരെ ആൾക്കാർ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിന് നമ്മൾ സ്ത്രീകളാണ് സത്യം പറഞ്ഞാൽ കൂട്ടു നിൽക്കുന്നത്. നീ പോയി നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു എന്ന് എത്ര അമ്മായിയമ്മമാർ പറയാറുണ്ട് എനിക്കറിയില്ല. നീ എൻ്റെ കൂടെ നിൽക്കൂ, എൻ്റെ വീട്ടിൽ നിൽക്കൂ, എന്നോടൊപ്പം സ്ട്രഗിൾ ചെയ്യൂ. നിനക്കെന്തെങ്കിലും ഫിസിക്കൽ നീഡ്സ് ഉണ്ടോ? അതുപോലും അമനാസ്, ദാറ്റ്സ് വൈ ഐ ക്യാൻ ഓപ്പൺലി സേ. നമുക്ക് ഓപ്പൺലി നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എന്തിനാ ഈ ഫിസിക്കൽസും ഇതും ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ഒരു പങ്കുണ്ട്. സോ അതൊക്കെ ആബ്സെൻ്റ് ആവുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് ഈ അമ്മമാർക്കൊന്ന് ചിന്തിക്കാം. പിന്നെ ഈ ഐ ഡോണ്ട് ലൈക്ക് ദ പീപ്പിൾ അമ്മയ്ക്ക് വേണ്ടി ഭാര്യയെ കളയുന്നവരും ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ കളയുന്നവരും. ഐ ഹേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. സോ ബാലൻസിങ്, ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ എങ്ങനെ കൊണ്ടുവന്നു വല്ല ക്ലാസ്സും ഉണ്ടെങ്കിൽ ഒന്ന് പോയി പഠിച്ചാൽ നന്നായിരിക്കും. കാരണം രാജസ്ഥാനും ഏകദേശം ഒരു അമേരിക്ക ഈസ് എ കൺട്രി വിച്ച് ഇങ്ങനെ പറയും അപ്പനില്ലാത്ത കുട്ടികൾ അത് ഇവിടെ നമുക്ക് കൂടി വരികയാണ്. അതിൽ വലിയ ദോഷം നമുക്കുണ്ടാകും. അപ്പോൾ ഞാനൊക്കെ ഓവർകം ചെയ്ത രീതികളുണ്ട്. ഈ പറയും പോലെ സ്ത്രീധന പീഡനവും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഓപ്പണായി പറഞ്ഞ് എല്ലാവരെയും സേവ് ചെയ്യാൻ ഐ വോണ്ട് ടു. നമ്മളെ പോയി ലൈക്ക് ഒരു ഭാവിയുടെ വാഗ്ദാനം നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ ഒരു കരയ്ക്ക് എത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് സൈലൻ്റായി പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഒരു സമയം വരും നമുക്ക് ഇതൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള. അപ്പം പറഞ്ഞു തരാം ഹൗ ഐ സർവൈവ്ഡ്. ഓക്കെ, സോ ലീവ് ആൻഡ് ലെറ്റ് ദം ലീവ്. ജീവിക്കുക. നിങ്ങൾ ജീവിച്ചോ, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്ത്രീകൾ, ഞാൻ പറയുന്നത് ഇത് സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ്, സറൗണ്ടഡ് ബൈ നാർസിസ് ആൻഡ് സറൗണ്ടഡ് ബൈ സൈക്കോപാത്സ്. ഇതൊന്നും വായിച്ചിരിക്കുന്നതല്ല. നമ്മുടെ ചുറ്റും കാണുന്ന വ്യക്തികൾ ഈ ഗുണങ്ങളിൽ പെട്ടവരാണ്. ഇവരെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഓക്കെ, ബൈ.